2012 ജനുവരിയിലാണ് രാജ്യത്തെ നടുക്കിയ ദാരുണ സംഭവം ഉണ്ടായത്. കൊല്ലത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിന് നേരെ കൊച്ചി പുറംകടലിൽ വെച്ച് എൻട്രിക്ക ലക്സി എന്ന ഇറ്റാലിയൻ കപ്പലിലെ നാവികർ വെടിയുതിർക്കുകയായിരുന്നു. വെടിയേറ്റ് കൊല്ലം മധുക്കര സ്വദേശി സെലസ്റ്റിൻ, കന്യാകുമാരി സ്വദേശി അജിഷ് പിങ്ക് എന്നിവർ മരിച്ചു. സിംഗപ്പൂരിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയായിരുന്നു കപ്പൽ. തൊട്ടു പിന്നാലെ 2012 മാർച്ച് 1 ആലപ്പുഴയ്ക്കടുത്ത് തീരക്കടലിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 5 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. അപകടമുണ്ടാക്കിയ ശേഷം നിർത്താതെ പോയ പ്രഭുദയ എന്ന ചരക്ക് കപ്പൽ ചെന്നൈയിൽ നിന്നാണ് പിടികൂടിയത്. രണ്ട് സംഭവത്തിലും പൂർണ്ണമായ നീതി മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചില്ല. പ്രഭുദയ കപ്പലിന്റെ ക്യാപ്റ്റൻ നടത്തിയ സൽക്കാരത്തിൽ 11 പോലീസുകാർ പങ്കെടുത്തതും അവർ സസ്പെൻഷനിലായതും വൻ ചർച്ചയായി. കടൽക്കൊലക്കേസിൽ പിടിയിലായ ഇറ്റാലിയൻ നാവികർ 2 ആഴ്ച ജയിലിൽ കിടന്നെങ്കിലും അവർക്ക് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യം ഒരുങ്ങി. കേസിൽ അന്താരാഷ്ട്ര കോടതിയിൽ ഇന്ത്യക്ക് തിരിച്ചടിയും നേരിട്ടു. രാജ്യത്തിൻ്റെ അന്തസ്സിനെ തന്നെ നിഗനിക്കുന്ന രൂപത്തിലല്ലേ എൻട്രിക്ക ലക്സിയുടെ കാര്യങ്ങളിൽ സംഭവിച്ചത്. അന്താരാഷ്ട്ര കോടതിയിൽ ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടു. മര്യാദയ്ക്കൊരു കേസ് പോലും നടത്താൻ ഇത്ര ദേശാഭിമാനം പറയുന്ന സർക്കാരുകൾക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിനെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണം. ഏറ്റവും ഒടുവിൽ കൊച്ചിയിലുണ്ടായ സംഭവമെങ്കിലും അധികാരികളുടെ കണ്ണു തുറപ്പിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിനൊപ്പം ഇരകൾക്ക് നീതി ഉറപ്പാക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.